ഹായ് ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്ന് ലൂക്കയുടെ വാക്സിനേഷൻ ഡേ ആണ്. 3.5 മാസത്തിന്റെ വാക്സിനാണ് ഇന്ന് എടുക്കണേ കേട്ടോ. പക്ഷെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പോകാൻ പറ്റിയില്ല. ലൂക്കയ്ക്ക് പനിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ അപ്പൂസും കൂടി ഉണ്ട് കേട്ടോ. ഇത് അപ്പു ആണ്, എൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ലൂക്കയുടെ കൂടെ അവൻ കളിച്ച് കിടക്കാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അവനുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം, എൻ്റെ കൂടെ ഒരാൾ വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അത് ആര് വേണമെന്നൊന്നുമില്ല, എനിക്ക് ആരെങ്കിലും കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ അപ്പൂസ് ഇന്ന് എൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുക. അപ്പൊ കൂടെ ഒരാളുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഇന്ന് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പു ലോക്കിയും കൂടി വർത്താനം പറഞ്ഞും കളി പറഞ്ഞും കിടക്കുന്നുണ്ട്. അപ്പൊ കുറേ നേരം അങ്ങനെ സംസാരിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ലോക്കേനെ സാധാരണ ഞാൻ ഡ്രസ്സ് മാറി റെഡി ആയതിനു ശേഷമാണ് ലോക്കയുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അപ്പു ഉള്ളതുകൊണ്ട് അപ്പുവിന്റെ അടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഉണ്ണിനെ കെടുത്തി കഴിഞ്ഞാൽ അവരിങ്ങനെ കളി പറഞ്ഞ് കിടക്കുമല്ലോ. അപ്പൊ ഞാൻ ലുക്കേനെ വിളിക്കാണ്, വായോ നമുക്ക് വാക്സിൻ കുത്താൻ പോകണം, ഡ്രസ്സ് മാറാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അവൻ ചാടുന്നുണ്ട്. അതിപ്പോ ആരുടെ കയ്യിൽ ഇരുന്നാലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇമാതിരി ചാടിപ്പോരും കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവനോട് വർത്താനം പറഞ്ഞു, വായോ പോവാം പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ വന്നു. അവന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ അപ്പനോട് ഞാൻ പറഞ്ഞു ഒന്ന് റെഡി ആയിക്കോളാൻ ഞാൻ പറഞ്ഞു. പപ്പൂസ് അവിടെ റെഡി ആവുന്നുണ്ട്. പപ്പൂസ് റെഡി ആയിട്ട് ഉണ്ണിയുടെ അടുത്തിരിക്കാന്നുണ്ടെങ്കിൽ ഉണ്ണീനെ അവന്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ നോക്കി റെഡി ആവാലോ. പക്ഷെ ഇന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. അവനിന്ന് 3 ഇഞ്ചക്ഷൻ ഉണ്ട്. 3 ഇഞ്ചക്ഷൻ ഉണ്ട്, പിന്നെ പോളിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കാമൊക്കെ പറയുമ്പോ ആശാൻ വായയിലും കൈയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവൻ ഇങ്ങനെ വായിൽ കൈയിടും കേട്ടോ. അത് സാധാരണ ആണെന്നാണ് ഞാൻ കേട്ടത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ മാറും. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് കുറച്ച് പേർക്ക് പറഞ്ഞു തന്നെ. പക്ഷെ ഇവിടെ അമ്മിച്ചി എപ്പോഴും വഴക്ക് പറയും, ദേ കുട്ടിയുടെ കൈ എപ്പോഴും വായലാന്ന് പറയും. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദാ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൂസ് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ അപ്പൂസിനെ ഞാൻ വീഡിയോയ്ക്ക് വിളിച്ച് വായോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ദാ അവൻ വന്ന്, അവനിങ്ങനെ വീഡിയോയിൽ നിൽക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അവൻ വരും. അപ്പൊ ഞങ്ങൾ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ തലേ ദിവസം ഓട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരം പോണ ഓട്ടോ ചേട്ടനുണ്ട്, ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ എടുക്കാൻ പോണെന്ന്. അപ്പൊ ഞാൻ പതിവ് പോലെ വെള്ളമൊക്കെ എടുത്തു. വെള്ളം, ബാഗ്, അതുപോലെ തന്നെ വാക്സിൻ എടുക്കാൻ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് അറിയായിരിക്കും. നമ്മള് ആശാ വർക്കറിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ബുക്ക് കിട്ടും. ഒരു എന്താ പറയാ ഡീറ്റെയിൽസ്, ഫീഡിങ്ങിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാനും, അതുപോലെ തന്നെ ഇത് വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ബുക്ക് കൊണ്ടുപോകണം. അപ്പൊ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ആ ബുക്ക് എന്തായാലും എടുക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒ പി ടിക്കറ്റ് കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കൊണ്ടുപോയതിന് ശേഷം പിന്നെ അത് നോക്കിയിട്ടില്ല. പിന്നെ ഡേറ്റിന്റെ കാര്യം നോക്കാൻ മാത്രമാണ് അത് തുറന്നു നോക്കാറുള്ളൂ. അപ്പൊ ബുക്കൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഉണ്ണിയുടെ ടർക്കി കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ക്യാപ്പ് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പൊ അപ്പൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ തവണ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബാഗും എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അപ്പൂസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ടെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് അവന് 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞ സമയത്ത് എന്താണ് അങ്ങനെ 3 ഇഞ്ചക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പൊ ദാ ഇവിടെ ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ അവനൊരു കളിപ്പാട്ടം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് കിട്ടിയാലും വായിലേക്ക് ഇടും. അതിപ്പോ ചെറിയ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ കളിപ്പാട്ടോ എന്ത് കിട്ടിയാലും ആദ്യം വായിലേക്കാണ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ കൊടുക്കണം. ഇത് ആന്റി മേടിച്ചെന്നൊരു കളിപ്പാട്ടാണ്. അവര് വെളങ്ങണെ പോയ സമയത്ത് കളിപ്പാട്ടത്തിന് ഒരു കിറ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് അവൻ സ്റ്റാർട്ടിങ് അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു നോക്കുന്ന് പറഞ്ഞപ്പോഴാണ് അവൻ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അത് കളിച്ചോണ്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് പോവാനായിട്ട് റെഡി ആയി നിൽക്കാണ്. അപ്പോൾ ഓട്ടോ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അവിടെ ചെന്നിട്ട് ഇനി തിരക്കുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്താന്നുള്ളത് ബാക്കി കണ്ടറിയാം. പിന്നെ അപ്പൂസ് ഉള്ളതുകൊണ്ട് എൻ്റെ ബാഗൊക്കെ പിടിക്കാനായിട്ട് ആളുണ്ടായിരുന്നു. ബാഗിൽ ഈ വട്ടം വലിയ കനമൊന്നും ഇല്ല കേട്ടോ. അവൻ ലൂക്കേനെ നോക്കി നിൽക്കാണ്. അവൻ എടുക്കെടുക്കെന്ന് പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ ഞാൻ ലൂക്കേനൊക്കെ എടുത്തു. അപ്പൂസ് റെഡിയായി, ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോവാണ്. ഓട്ടോറിക്ഷ വന്നു കേട്ടോ. അപ്പൊ ഓട്ടോറിക്ഷ വന്നപ്പോൾ പുറത്തിറങ്ങി ദാ അപ്പൂസ് ആദ്യം പോകുന്നുണ്ട്. അവൻ എൻ്റെ കൂടെ പുറത്ത് വരാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ദാ എൻ്റെ ബാഗും പിടിച്ചോണ്ട് പോവാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി കുറച്ചൊരു 10-15 മിനിറ്റിന്റെ വഴിയേ ഉള്ളൂ അവിടേക്ക് എത്താനായിട്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങള് ഏകദേശം ഒരു 10:30 സമയത്തൊക്കെയാണ് സാധാരണ പോവാറ്. അപ്പൊ കഴിഞ്ഞ 2 തവണ പോയപ്പോഴും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. ഒരു തവണ പോയപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ സമയമായിരുന്നു. പിന്നെ അതിന് മുന്നേ പോയപ്പോഴും തിരക്ക് അങ്ങനെ പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ പോകുമ്പോ എങ്ങനെയാവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പോയി വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും അവിടെ ചെന്നിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലൈമറ്റ് കുഴപ്പമില്ല. ഇന്ന് മഴയില്ലാത്ത ദിവസമായിരുന്നു. പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി. ഇന്ന് കുട്ടികൾക്ക് എന്താ പറയുക, മഴ കാരണം അവധി പ്രഖ്യാപിച്ചൊരു ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ദേ അപ്പൂസ് ഉണ്ണിയുടെ ടർക്കിയും ബാഗും കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ അവൻ തിരിഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ലോക്കിയും എന്താ പോയോണ്ടിരിക്കുകയാണ്. ലോക്കിക്ക് അറിയോ എന്നറിയില്ല. അവിടെ കുത്താൻ പോവാണ്, സൂചി കുത്താൻ പോവാന്നുള്ളത് അവന് അറിയാറായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഇനി എന്താവോ ഏതാവോ അവന് ഇഞ്ചക്ഷൻ ഇനിയിപ്പോൾ കുറച്ചും കൂടി അറിവ് വെച്ചുല്ലോ. അറിവ് വെച്ച കാരണം കൊണ്ട് എന്താവുമെന്നൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. നല്ല വേദന എടുക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഞങ്ങളവിടെ എത്തി. അവിടെ എത്തി കഴിഞ്ഞിട്ട് ഒ.പിയുടെ അവിടേക്ക് ചെന്നു. അതായത് നമ്പർ എടുക്കാനായിട്ട് ചെന്നു. അവിടെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അപ്പൂസിനെ ഞാൻ ആദ്യം ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി നിൽക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അപ്പൂസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ ഗ്യാപ്പ് കൊണ്ട് ആ ബുക്കിൻ്റെ ഉള്ളിൽ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ പിക്ചേഴ്സ്, അതുപോലെ തന്നെ അമ്മയും കുട്ടിയും നിൽക്കുന്ന പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. ഞാനും ലൂക്കിയും ദാ ഇവിടെ സൈഡിൽ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൂക്ക കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പൂസിനെ നോക്കുമ്പോൾ അവൻ അതിൻ്റെ ബുക്കിൽ ഫുൾ അരിച്ച് പെറുക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ദാ ഇതാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒ.പി ടിക്കറ്റ്, ഒരു ടോക്കൺ നമ്പർ കിട്ടും. അതെടുത്ത് ഞങ്ങൾ വാക്സിനേഷൻ അവിടേക്ക് പോയപ്പോഴാണ് അവിടെ നിന്ന് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ലൂക്ക ദേ എൻ്റെ കൈയും പിടിച്ചിരിക്കുന്നുണ്ട്. അവനിപ്പോൾ കാര്യം മനസ്സിലായോന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ മുതലേ എൻ്റെ വിരലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആശാൻ. എന്താ ഇവിടെ നടക്കാൻ പോണേന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരാഴ്ചത്തോളം ഇങ്ങനെ ബോധവൽക്കരണം നടത്തിയെടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 6 മാസം വരെ ഒരു കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം കുഞ്ഞിൻ്റെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇതുപോലെയുള്ള സാധനങ്ങളിൽ ദഹനം ശരിക്കും നടക്കണമെങ്കിൽ ദഹനം ശരിക്കും മുലപ്പാലിന് മാത്രമേ നടക്കുകയുള്ളൂ. വേറെ ഒരു ഭക്ഷണത്തിനും നന്നായിട്ട് ദഹിക്കില്ല 6 മാസം വരെ. അപ്പോൾ 6 മാസം വരെ നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് പറയുന്നത്. മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷേ അതാണ് കൊടുക്കാൻ പാടുള്ളത്. പക്ഷേ ലോകത്തിൽ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ 6 മാസത്തിന് താഴെയുള്ള മൊത്തം കുട്ടികളിൽ 48% കുട്ടികൾക്ക് മാത്രമേ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്നുള്ളൂ. ഒന്നുകിൽ അവർക്ക് ശരിയായ രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുലയൂട്ടൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡും കൂടി അവർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 6 മാസത്തോളം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നിരിക്കെ 48% കുട്ടികൾക്ക് മാത്രമേ 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ കറക്റ്റായിട്ടുള്ള മുലയൂട്ടൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ നമ്പർ 48 എന്നുള്ള നമ്പർ കൂട്ടിയിട്ട് 60% വരെ 2030 60% വരെ ഉള്ള 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റിലെ ആദ്യത്തെ ആഴ്ച 1 മുതൽ 7 വരെ മുലയൂട്ടൽ ബോർഡ്. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ടോക്കൺ നമ്പർ 17 ആയിരുന്നു. അതുകൊണ്ട് അധികം ഡിലേ വന്നില്ല. ഞങ്ങൾക്ക് ശേഷം കുറേ പേര് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ നമ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം കയറാനും അതുപോലെ തന്നെ വാക്സിൻ എടുക്കാനൊക്കെ പറ്റി. ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷൻ്റെ ഒരു ഇത് കാണാം. ഞാൻ നോക്കാം.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ പാല് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു. അങ്ങനെ ഞങ്ങൾ ദാ വീട്ടിൽ തിരിച്ചെത്തി ട്ടോ. ഇതാണ് ഞങ്ങളുടെ വഴി. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ലൂക്ക ഇപ്പോൾ ഉറക്കമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറക്കം എണീക്കുമ്പോൾ എന്താവുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദാ വീട്ടിലേക്ക് കയറി റൂമിലെത്തി. ഇവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവനെ ഫ്രഷ് ആക്കി ഒക്കെ കിടത്തി കഴിഞ്ഞപ്പോൾ 3 ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് അപ്പം എങ്ങനെയായിരിക്കും വേദന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ദാ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൂസ് വന്ന് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ആരാ? സൂചി കുത്തിയോ? സൂചി കുത്തിയോ? കുത്തിയോ? ഏ സൂചി കുത്തിയോ? നമുക്ക് വേദന വരുമ്പോഴത്തേനും ഉറങ്ങാം കേട്ടാ. ഓക്കെ. അങ്ങനെ ചെരിയാൻ പാടില്ല, കാല് വേദന എടുക്കും. എണീക്കാൻ പാടില്ല, കാല് വേദന എടുക്കും. അവിടെ കിടക്ക്, ഒതുങ്ങി കിടക്ക്. കാല് വേദന എടുക്കൂട്ടാ, വേദന വരും. എടുക്കട്ടാ. അപ്പോൾ ദാ ലൂക്കേനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മേലൊക്കെ തുടച്ച് കിടത്തിയിട്ടുണ്ട്. ഇപ്പം അവന് വേദന ഒന്നുമില്ല. പക്ഷെ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേനും വേദന വരും. അപ്പോൾ അതിന് മുന്നായിട്ട് അവനെ പാലൊക്കെ കൊടുത്ത് ഉറക്കണം. അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ വീഡിയോ. കുഞ്ഞൊരു വീഡിയോ ആണ്. വാക്സിനേഷന് പോയതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വാക്സിൻ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഫുള്ളൊരു വിതുമ്പലായിരുന്നു. വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. വിതുമ്പി ഇങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.